ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബാംഗ്ലൂർ ഡേയ്സ് വിത്ത് അച്ചു. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നമ്മുടെ സിക്കിം ട്രിപ്പിലെ 4th ഡേ ആണ്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ 6 o'clock ആകുമ്പോൾ തന്നെ ഡാർജിലിങ്ങിലെ ഗാങ്ടോക്കിലെ ഹോട്ടൽ വെക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ ഡാർജിലിങ്ങിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 4 hour ജേർണി ഉണ്ട് ഡാർജിലിങ്ങിലോട്ട്. അപ്പോൾ ഇപ്പോൾ നല്ല മഞ്ഞാട്ടം അവിടെയും. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു 9 മണി നേരമൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ. അപ്പോൾ തന്നെ നല്ല മഞ്ഞാണ്. നമ്മൾ അവിടെ എത്തുന്ന കുറച്ച് എന്താ വെച്ചാൽ അവിടെ എത്താറാകുമ്പോൾ ചെറിയ ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. കാരണം നമ്മളവിടെ 1:30 ഡാർജിലിംഗ് ടോയ് ട്രെയിനിന് വേണ്ടിയിട്ട് ഓൾറെഡി ബുക്ക് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ അത് മിസ്സാവാതിരിക്കാൻ വേണ്ടി അതിന് മുമ്പേ നമ്മൾ പോയി അവിടെ ഡാർജിലിംഗിൽ റൂം നമ്മളെടുത്ത് അങ്ങനെ അവിടെ സെറ്റിൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു, എന്നിട്ട് പോവാം എന്ന് വിചാരിച്ചു. അപ്പോൾ അത് കാരണം നമ്മൾ ഓൾറെഡി നേരത്തെ തന്നെ ഗാങ്ടോക്കിൽ നിന്ന് ഇറങ്ങി നമ്മൾ ഡാർജിലിങ്ങിലോട്ട് പോവുകയാണ്. ഇപ്പോൾ പോണ വഴിക്ക് ഇപ്പോൾ കാണുന്ന പോലെ ഭയങ്കര ഫോഗാണ് കേട്ടോ. ഫോഗും നല്ല തണുപ്പുമാണ്. 10 ഡിഗ്രി അങ്ങനെ എന്തോ ഉണ്ടായിരുന്നുള്ളൂ രാവിലെ ആ നേരത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു 10:30-11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഹോട്ടലെത്തി റൂമൊക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 1:30 നമ്മൾ പാക്കേജിൽ ഓൾറെഡി റൂം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു 1 o'clock ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡാർജിലിംഗിൽ ടോയ് ട്രെയിൻ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി കേട്ടോ. ജസ്റ്റ് അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നമുക്ക് നടക്കാനേ ഉള്ളൂ. അപ്പോൾ ആ റെയിൽവേ സ്റ്റേഷനകത്താണ് കേട്ടോ ഇത്. കുറേ ചെറിയ കടകളുണ്ട്. ഇതാട്ടോ ഡാർജിലിംഗ് റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രീ ബുക്ക് ചെയ്തതാണ് കേട്ടോ ഓൺലൈൻ വഴി ഈ ടോയ് ട്രെയിനിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് സ്റ്റേഷൻ. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒരാൾക്ക് 1000 rupees കേട്ടോ ചാർജ്. 2 hours ജേണിയാണ് എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 2 മണിക്കൂറാട്ടോ ഈ ടോയ് ട്രെയിനിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാം. അതിൻ്റെ ഇടയിൽ 2 സ്റ്റോപ്പുണ്ട്. ആ 2 സ്റ്റോപ്പിലും ഒരു സ്റ്റോപ്പിൽ മ്യൂസിയം, അതിൽ ഒരു സ്റ്റോപ്പിൽ ഇന്ത്യൻ ആർമിയുടെ ഒരു ഇത്, അങ്ങനെ 1-2 ഇതൊക്കെ കാണാനുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കിട്ടിയത് ലാസ്റ്റ് ഈ ടോയ് ട്രെയിനിൻ്റെ ലാസ്റ്റ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1:30 ആണ്, 1:40 ആട്ടോ അവസാനത്തെ ട്രിപ്പ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ടോയ് ട്രെയിൻ ഇല്ല. അപ്പോൾ ഇതാട്ടോ ടോയ് ട്രെയിൻ. അപ്പോൾ ഇതിനകത്ത് 3 ബോഗിയാണുള്ളത്. എന്നുവെച്ചാൽ ഫുള്ളും നമുക്ക് മിറർ പോലെയാണ്, മുകളിലും സൈഡിലും എല്ലാം നമുക്ക് എല്ലാം കാണാൻ പറ്റും. ഇത് റോട്ടിൽ കൂടിയാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് വണ്ടികളെയും കാണാൻ പറ്റും. കടകളുടെ ഇടയിൽ കൂടിയാണ് പോകുന്നത്. അത്രയും കൺജസ്റ്റഡ് ആയിട്ടുള്ള റോഡ്സാണ് അവിടുത്തെ. എന്നുവെച്ചാൽ ഒരു ട്രെയിനിനോ അല്ല കുറച്ച് വണ്ടികൾക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വലിയ റോഡോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഫസ്റ്റ് സ്റ്റേഷൻ. അപ്പോൾ ഈ സ്റ്റേഷനിൽ ഇന്ത്യൻ ആർമിയുടെ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അവിടെ എന്തൊക്കെയോ പ്രോഗ്രാംസ് നടക്കുമായിരുന്നു. ശരിക്കും ഞങ്ങൾ നാളെ അവിടെ ഒന്നുകൂടെ പോകുന്നുണ്ട് വണ്ടിയിൽ. കാരണം അവിടെ ഫുള്ളും ആർമി ഇതാട്ടോ നിൽക്കുന്നത്. പിന്നെ ട്രെയിൻ ഫുള്ളായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. അപ്പോൾ ഇതാട്ടോ ഫസ്റ്റ് സ്റ്റേഷൻ. അത്യാവശ്യം ആർമി ആണ് ഫുള്ളും നിൽക്കുന്നത്. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇഷ്ടംപോലെ ഫോട്ടോസൊക്കെ എടുത്തു ട്രെയിനിൻ്റെ ഫ്രണ്ടിൽ നിന്നിട്ട്. ഇത് പണ്ടത്തെ ടൈപ്പ് ട്രെയിനാട്ടോ, കൽക്കരി വെച്ച് നമ്മൾ പോവില്ലേ ആ ഒരു ട്രെയിനാണത്. അപ്പോൾ ഇതാട്ടോ ഇന്ത്യൻ ആർമിയുടെ. അവിടെ ഇഷ്ടംപോലെ പട്ടാളക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ എന്തൊക്കെയോ ആക്ടിവിറ്റീസൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു പട്ടാളക്കാരുടെ. നമ്മൾ കുറച്ച് നേരമൊക്കെ അവിടെ എത്തിയപ്പോൾ തന്നെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. കാരണം ഞങ്ങളവിടെ എത്തുന്ന സമയം ഒരു 2 മണി 2:30 ഒക്കെ ആവാറായിട്ടുണ്ടാവും. അപ്പോൾ നല്ല മഞ്ഞായിരുന്നു അവിടെ. നമ്മളപ്പോൾ കുറച്ച് നേരം അവിടെ നിന്നു, ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. നമുക്ക് അതിനകത്ത് എൻട്രി ഇല്ല കേട്ടോ. നമുക്ക് പുറത്ത് ഇപ്പോൾ ഈ നിൽക്കുന്ന അവിടുന്ന് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അതിനകത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് സ്റ്റേഷനിലോട്ട് പോയി. അത് ഗും എന്ന് പറയുന്ന ഒരു സ്റ്റേഷനാണ് കേട്ടോ. അതാണ് ഇന്ത്യയിലെ ഹയസ്റ്റ് ഓൾട്ടിറ്റ്യൂഡുള്ള സ്റ്റേഷനാണത്. കാരണം അത്രയും നല്ല തണുപ്പാണ് അവിടെ. ഇന്ത്യാസ് ഹയസ്റ്റ് റെയിൽവേ സ്റ്റേഷനാണ് ഓൾട്ടിറ്റ്യൂഡുള്ളത്. അപ്പോൾ അതിനകത്താണ് നമുക്കൊരു മ്യൂസിയമൊക്കെ ഉള്ളത്. ഇന്ത്യൻ റെയിൽവേയുടെ പണ്ടത്തെ ഒറിജിനേഷനും അവിടുത്തെ ഇൻവെൻഷൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് പണ്ട് ഇന്ത്യൻ റെയിൽവേ യൂസ് ചെയ്തിരുന്ന സാധനങ്ങൾ
അങ്ങനെ പണ്ടത്തെ കുറേ ഐറ്റംസൊക്കെ ആയിട്ടുള്ളൊരു മ്യൂസിയം. ഇതിനകത്ത് നമുക്ക് വേറെ പൈസയൊന്നും കൊടുക്കണ്ട കേട്ടോ, അത് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് നമുക്കിത് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ മ്യൂസിയത്തിലോട്ട് പോയി. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഇതിനകത്ത് ഈ ചെയർ കാര്യങ്ങൾ, പിന്നെ പണ്ടത്തെ ഓഫീസേഴ്സിൻ്റെ യൂണിഫോമോ അങ്ങനെ എന്തൊക്കെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പണ്ടത്തെ ക്ലോക്ക്. അപ്പോൾ എല്ലാത്തിലും അവർ ഡു നോട്ട് ടച്ച് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കാണാൻ എല്ലാവരും മുകളിലേക്ക് ഇത് വേറൊരു സൈഡാണ്, എല്ലാവരും വന്നിരുന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഇതും നല്ല രസമായിരുന്നു കാണാൻ. ഇവിടെ എത്തിയപ്പോൾ തന്നെ ഫസ്റ്റ് സ്റ്റേഷനിൽ നിന്ന് സെക്കൻഡ് സ്റ്റേഷനിലേക്ക് ഒരു 10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ചെറിയൊരു ഫുഡ് കോർട്ടല്ല, 1-2 കടകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ കയറിയിട്ട് സ്വീറ്റ് കോൺ വാങ്ങിച്ചു കേട്ടോ. ഇതിനകത്ത് മുളക് പൊടി, പിന്നെ നമ്മുടെ നാരങ്ങാനീര്, മസാലപ്പൊടി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലെത്തി. പിന്നെ നമ്മൾ അവിടെ അടുത്ത് ഡാർജിലിങ്ങിലൊരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് കേട്ടോ. ഇത് നമ്മൾ ഗാങ്ടോക്കിൽ MG മാർഗ് പോലെയല്ല. ഇത് അത്ര ഉള്ള ഒരു ലോക്കൽ സ്ട്രീറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്ട്രീറ്റാണ്. കുറേ നടക്കാനുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ജസ്റ്റ് ഒരു അരമണിക്കൂർ സ്ട്രീറ്റിൽ മൊത്തം ഇങ്ങനെ നടന്നു. അപ്പോഴും നല്ല തണുപ്പായിരുന്നു. ഇതൊരു സൈഡാട്ടോ ഇതിൻ്റെ. അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. നമ്മൾ ട്രെയിൻ ഇറങ്ങി ഒരു 3:45 തോന്നുന്നു നമ്മൾ ട്രെയിൻ ഇറങ്ങി. പിന്നെ ഒരു 4 o'clock മുതൽ 5 o'clock വരെയൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു. ഇതൊരു ബേക്കറി ആട്ടോ, ഗ്ലാനറീസ് എന്ന് പറഞ്ഞിട്ട്. നല്ല അടിപൊളി ബേക്കറിയാണ്, നല്ല വൈബാണ്. അപ്പോൾ നമ്മൾ അവിടെ അകത്തൊക്കെ കയറിയിരുന്നു കുറച്ച് നേരം. പിന്നെ ഇതിനകത്തുള്ള കുറേ ലോക്കൽ ഷോപ്സ് ഉണ്ട്. നമ്മൾ ഈ ഷോള്, കശ്മീരി ഷോള്, അങ്ങനെയുള്ള ജാക്കറ്റ്സ്, അങ്ങനെയുള്ള ഇതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതൊരു ടീ സ്റ്റോറാട്ടോ, ചായപ്പൊടി വിൽക്കുന്ന കട. അപ്പോൾ നമ്മൾ ഓൾറെഡി ഗാങ്ടോക്കിൽ നിന്ന് ചായപ്പൊടി വാങ്ങിച്ചു. പക്ഷെ എന്നാലും ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ചായപ്പൊടി ഉള്ളതാണ്. ഈ ചായക്കട ഗോൾഡൻ ടിപ്സ് എന്നാണ് ഇതിൻ്റെ ടിപ്സ് എന്നാണ് ഈ കടയുടെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ കയറി ജസ്റ്റ് ഇങ്ങനെ ഇവർക്ക് ഗോൾഡൻ ടിപ്സുകാർക്ക് ഈ ഡാർജിലിങ്ങിൽ തന്നെ കുറേ യൂണിറ്റുകളുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴി പാനിപ്പൂരി ഒരു സൈഡിൽ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.